നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ചാല ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നാളെ അത്യാധുനിക മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും അഡ്വാൻസ്ഡ് നെഫ്രോളജി ക്രിട്ടിക്കൽ യൂണിറ്റും ഉദ്ഘാടനം ചെയ്യുമെന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സിഇഒ നിരൂപ് മുണ്ടയാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഐസിയുവിൽ കാറ്റും വെളിച്ചവും മാനസിക സംഘർഷം ഒഴിവാക്കാൻ സൈക്കോളജിസ്റ്റിന്റെ സേവനവും ഇതിന്റെ ഭാഗമായി ഒരുക്കും. 10 പുതിയ യൂണിറ്റുകളുടെ ഉദ്ഘാടനം മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ആധുനികവൽക്കരിച്ച ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെയും ആധുനികവൽക്കരിച്ച അത്യാധുനിക നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം നാളെ നടക്കുകയാണ്. അതിൻ്റെ ഒരു വിശദീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ് കോൺഫറൻസ് ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ ഉത്തരമലബാറിലോ ആദ്യത്തെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി വ്യത്യസ്തങ്ങളായ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ICU യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഒന്ന് നടക്കുന്നത് നാളെ. ബഹുമാനപ്പെട്ട കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിലായിരിക്കും ഇത് നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് കണ്ണൂരിലെ ആരോഗ്യ മേഖലയിൽ അനിഷേധ്യമായ സാന്നിധ്യമായിട്ട് നിലവിലുണ്ട്. പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ്റെ ഭാഗത്തിൽ വളരെ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഗുരുതരാവസ്ഥയുള്ള രോഗികൾ നേരത്തെ ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരേക്കൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ അതീവ ഗുരുതരാവസ്ഥയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ കണ്ണൂരോ മംഗലാപുരത്തോ പോകുന്നതിനേക്കാളും കൂടുതൽ വളരെ ഒരു ടെർഷറി കോട്ടണറി കെയർ യൂണിറ്റ് എന്നുള്ള കണ്ടീഷനാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ലെവൽ ഓഫ് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാധുനിക ഡയാലിസിസ് യൂണിറ്റുകളും അതുപോലെ തന്നെ ഡയാലിസിസ് CRRT എന്ന് പറയുന്ന പോലത്തെ എക്യുപ്മെൻറ്റുകളും ECMO പോലത്തെ എക്യുപ്മെൻറ്റുകളും ഉൾപ്പെടെയാണ് ജീവൻ നിലനിർത്താനുള്ള ഇതുപോലത്തെ അത്യാധുനിക എക്യുപ്മെൻറ്റുകൾ ഉൾപ്പെടെയാണ് പുതിയ ICU ഉള്ളത് എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം തന്നെ. അത്യാധുനിക മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, പീഡിയാട്രിക് നിയോനാറ്റൽ കാർഡിയോളജി, ന്യൂറോളജി, സർജറി മെഡിസിൻ, കാർഡില്ല തെറാസിക്, ജനറൽ ഇന്റൻസീവ് കെയർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, പോസ്റ്റ് കാത്ത് കെയർ എന്നിവയ്ക്കായുള്ള പ്രത്യേക യൂണിറ്റുകളാണ് സ്ഥാപിക്കുന്നത്. 100-ലധികം കിടക്കകളുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ് നൂതന കാഴ്ചപ്പാടിൽ സ്ഥാപിച്ചതാണ്. നെഫ്രോളജിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് നമ്മൾ തുടങ്ങുകയാണ്. ബേസിക്കലി ഏറ്റവും കൂടുതൽ റെഫറൻസ് വരുന്നത് കിഡ്നി സ്തംഭിച്ചു പോയി ഡയാലിസിസ് വേണ്ടി വരുമെന്ന് രോഗിയോട് പറയുമ്പോൾ അത് എവിടെ കൊണ്ടുപോകണം, എവിടെ ഈ കെയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതിന് അഡ്വാൻസ് കെയർ, അതൊരു ഒരു വ്യക്തി മാത്രമല്ല ഫുൾ ടീമുള്ള ഹോസ്പിറ്റലിലേക്ക് ചെന്നാലേ അവർക്കൊരു റെഫറൻസ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും കിഡ്നി മാത്രമായിരിക്കില്ല, ലിവറിൻ്റെ പ്രവർത്തനം താളപ്രയിലായിരിക്കും, പേഷ്യൻ്റ് വെന്റിലേഷൻ വേണ്ടി വരും, ഇൻറ്റുബേഷൻ വേണ്ടി വരും. അതിനുവേണ്ടി നമ്മളൊരു ഡെഡിക്കേറ്റഡ് ക്രിട്ടിക്കൽ യൂണിറ്റ് വെക്കുന്നത് ബേസിക്കലി ഒരു ഓർഡർ ടു നീഡിൽ ടൈം ആൻഡ് നീഡിൽ ടു ഡ്രഗ് ടൈം, അത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്ററാണ് പേഷ്യൻ്റ് സർവൈവലിൻ്റെ. ഒരു പേഷ്യൻ്റ് വരുന്നു, ഡയാലിസിസിന് മെഷീനില്ല, സൗകര്യമില്ല, ഡയാലിസിസ് സജ്ജീകരണങ്ങൾ റെഡിയല്ല എന്ന് പറയുമ്പോൾ അവിടെ എടുക്കുന്ന ഡിലേ ഒഴിവാക്കാൻ ഒരു ഡെഡിക്കേറ്റഡ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് പറ്റും. അവിടുത്തെ സ്റ്റാഫ് 24 hours ദേ ആർ ഡെഡിക്കേറ്റഡ് ഫോർ ക്രിട്ടിക്കൽ കെയർ ഡയാലിസിസ്. അവിടെ മെഷീൻസ് IP ക്രിട്ടിക്കൽ കെയർ പേഷ്യന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയ മെഷീൻസ് നമ്മൾ അലോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് വി ആർ 24/7 റെഡി ടു ടേക്ക് എ നെഫ്രോളജി കേസ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്ന് ഡയാലിസിസ് തുടങ്ങുന്ന സമയം അല്ലെങ്കിൽ പേഷ്യൻ്റെ ഔട്ട്കം കൂട്ടാൻ എവിടെയൊക്കെ നമുക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുമോ, എവിടെയൊക്കെ എഫിഷ്യൻറ്റ് കെയർ സമയബന്ധിതമായി കൊടുക്കാൻ പറ്റുമോ, അതിന് നമുക്ക് ഈ നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ എന്ന ഡെഡിക്കേറ്റഡ് യൂണിറ്റിന് പറ്റും. പലയിടത്തും കാർഡിയോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് വെക്കുന്നത് പോലും ഈ ഒരു സിസ്റ്റം, അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് സിസ്റ്റം നിലനിൽക്കുമ്പോൾ പേഷ്യൻ്റ് ഔട്ട്കം കൂടുതലായിട്ട് നമുക്കിപ്പോൾ കൊണ്ടുവരാൻ പറ്റും. ഇതുകൂടാതെ മൾട്ടി ഡിസിപ്ലിനറി ടീമുള്ള ഒരു കോർണറി കെയർ സെൻ്ററിൻ്റെ ഭാഗമായി അഡ്വാൻസ് സെൻറ്റർ വരുന്ന സമയത്ത് വി ഹാവ് എവരി സ്പെഷ്യാലിറ്റി ടു സപ്പോർട്ട് അസ് അറ്റ് 24/7. ആ ഒരു ഗുണം കൂടിയാണ് ഈ നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1, രോഗികളിലേക്ക് നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ എത്തിക്കാം. 2, അവർക്ക് അഫോർഡബിളായ റേറ്റിൽ എത്തിക്കുക എന്നുള്ളതും BMHൻ്റെ എന്നത്തെയും കൺസെപ്റ്റാണ്. അപ്പോൾ ഈ രണ്ടും മുൻനിർത്തിയാണ് ക്രിട്ടിക്കൽ കെയറിൽ തന്നെ ഒരു നെഫ്രോളജി എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ICU നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൾട്ടി സിസ്റ്റം ഓർഗൻ ഫെയിലർ ഉള്ള രോഗികൾക്ക് അത്യാധുനിക മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ യൂണിറ്റും സമഗ്രമായ പരിചരണം നൽകും. അതേസമയം അഡ്വാൻസ്ഡ് നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും അക്യൂട്ട് ക്രോണിക് കിഡ്നി രോഗങ്ങളുള്ള രോഗികൾക്ക് നൂതന നെഫ്രോ ക്രിട്ടിക്കൽ ഇടപെടലുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകും. ഈ യൂണിറ്റുകളിൽ വിശാലമായ പ്രകൃതി ദൃശ്യങ്ങളുടെ കാഴ്ചയും സ്വാഭാവിക വെളിച്ചവും ലഭ്യമാക്കും. ഇത് രോഗികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ഹീലിംഗ് എൻവയോൺമെന്റ് സൃഷ്ടിച്ച് വേഗത്തിലുള്ള സുഖപ്പെടുത്തലിന് സഹായിക്കും. ICUവിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന രോഗികൾക്ക് മാനസിക സംഘർഷവും സന്തുലനവും നിയന്ത്രണ വിധേയമാക്കാൻ സൈക്കോളജിസ്റ്റിന്റെ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ, ഡോക്ടർ മിഥുൻ രമേശ്, ഡോക്ടർ ഷബിൻ കുമാർ,
ഡോക്ടർ AK റയീസ്, ഡോക്ടർ അതുൽ രവീന്ദ്രൻ, ഡോക്ടർ അലക്സ് തോമസ് എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.